Hi friends, degree level prelims in syllabus അതിലൂടെ നമുക്കൊന്ന് പോകാം വിശദമായി തന്നെ. അപ്പൊ ആദ്യം നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. ഹിസ്റ്ററിക്ക് 10 മാർക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി മൊത്തം പഠിക്കാനുണ്ട്. 10 മാർക്കാണ്. ജോഗ്രഫി 5 മാർക്ക് ഉണ്ട്. ജോഗ്രഫിക്ക് മാർക്ക് മോശമല്ലാതെ തന്നെ ഉണ്ട്. എത്ര മാർക്ക് ഉണ്ട്? 5 മാർക്ക് ഉണ്ട് ജോഗ്രഫിക്ക്. എക്കണോമിക്സ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, അതിന് 5 മാർക്സ് ഉണ്ട്. സിവിക്സിന് 5 മാർക്ക് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 5 മാർക്ക് ഉണ്ട്. ഈ 5 മാർക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. ഞാൻ പറയാം എന്താ കാരണം എന്നുള്ളത് പറയാം. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിന് 10 മാർക്ക് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിന് 5 മാർക്ക് ഉണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക് ഉണ്ട്. ഇതും ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ, ഇതും ശ്രദ്ധിച്ചു വെക്കണം, പറയാം. പിന്നെ നോക്കൂ, ഇവിടെ അരിതമെറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക് ഉണ്ട്. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജും 10 മാർക്ക് ഉണ്ട്. ഇതും ഒരു പോർഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതിന്റെയും ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. ഇവിടെ നോക്കൂ, അപ്പൊ അങ്ങനെ മൊത്തം 100 കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 50-ലും താഴെയായിരുന്നു. ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ് ഇത്തവണയും അതുപോലത്തെ ഒരു എക്സാം ആണെങ്കിൽ 50-നും 50-നും അടുത്തൊക്കെ ആവാൻ തന്നെ സാധ്യതയും. അപ്പൊ നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ സിലബസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എവിടെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? ഈ 50-ന് മുകളിലെത്താൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി, 50 മാർക്ക് എത്താൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി നോക്കൂ. ഇവിടെ 20-ഉം 20-ഉം 40-ഉം 10-ഉം 50 ഉണ്ട്. അതായത് അരിതമെറ്റിക്സ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്. പഴയകാല ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ചെയ്യുക, ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക, സിലബസ് എടുക്കുക, നല്ലൊരു ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബുക്കും കയ്യിലുണ്ടാവുക. ഇത്രേ വേണ്ടുള്ളൂ. അതിൽ 50 മാർക്ക് കിട്ടാൻ അധിക സമയമൊന്നും വേണ്ട. അപ്പൊ ഹിസ്റ്ററി എടുക്കുകയാണെന്ന് വെച്ചാൽ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, വേൾഡ് ഹിസ്റ്ററി പഠിക്കണം. ഇവിടെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവണം. ഇവിടെയും കൺസെപ്റ്റ് ക്ലിയർ ആവണം. കൺസെപ്റ്റും ക്ലിയർ ആവാതെ ഡീപ്പായി പോവാതെ നമുക്കിനി PSCക്ക് മാർക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പൊ വളരെ സിമ്പിളായി നിങ്ങൾ പഴയകാല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷ് അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജിൽ 50 മാർക്കിൽ കുഴപ്പമില്ലാത്ത മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയാണ്. കുറഞ്ഞ സമയം കൊണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇനി കുറഞ്ഞ സമയമല്ലേ, അങ്ങനെയുള്ളവര് വർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഏതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്? ഡിഗ്രി പ്രിലിംസിന്റെ തന്നെ 2021-ലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. സ്റ്റേജ് 1, സ്റ്റേജ് 2. +2 പ്രിലിംസിന്റെ അത് 2022-ലെ 3 ക്വസ്റ്റ്യൻ പേപ്പറും 2021-ലെ 2 ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആണ്. 5 ആയല്ലോ. ഇതിലൊക്കെ ഇംഗ്ലീഷും മലയാളവും മാത്സും ഉണ്ട്. എന്നാൽ മാത്സ് മാത്രം ഉള്ളതാണ് 2021-ലെയും 2022-ലെയും 10th ലെവൽ പ്രിലിംസ്. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറും അതിനോട് ബന്ധപ്പെട്ട ചോദ്യശേഖരങ്ങൾ മാർക്കറ്റിൽ ഒട്ടനവധി മുൻകാല ഗണിത ചോദ്യങ്ങൾ ടോപ്പിക് വൈസ് ലഭ്യമാണ്. അത് നിങ്ങളുടെ സിലബസിലെ ടോപ്പിക്കുമായി നോക്കി പഠിക്കുക. ഫുൾ സിലബസ് ഞാൻ പറയാം. അപ്പൊ അത് മനസ്സിലായല്ലോ. അവിടെ കൺസെപ്റ്റ് ക്ലിയർ ആവണം. അതിന് പറ്റാവുന്ന റാങ്ക് ഫയലുകളോ മറ്റു കാര്യങ്ങളോ നോക്കിയാൽ മതി. ഇനിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ, നമ്മുടെ ചാനലിൽ തന്നെ മാത്സിലെ ട്രെയിനിന്റെ കണക്കുകളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത്തരം കണക്കുകളൊക്കെ നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് എന്താവും, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് കുറഞ്ഞ സമയം കൊണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ, ലോ ഇൻവെസ്റ്റ്മെന്റിൽ ഹൈ റിട്ടേൺ കിട്ടുന്ന ഒന്നാണ് എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കുറഞ്ഞ സമയമല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം. എക്കണോമിക്സ് എന്ന് പറയുന്നത് കുറച്ച് ഭാഗങ്ങളെ പഠിക്കാനുള്ളൂ. സിവിക്സും അതെ. ടോപ്പിക് നോക്കിയാൽ നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്കും വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗങ്ങൾ. ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക, ഞാൻ ഒന്ന് പറയാം. ബാക്കി ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ 9995181905 9995181905 അതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ, ഏതൊക്കെയാണ് സബ്ജക്റ്റ് നിങ്ങൾക്ക് സ്ട്രെങ്ത്, അതല്ലെങ്കിൽ കുറവ് എന്നുള്ളതിനനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ജസ്റ്റ് മെസ്സേജ് വാട്സപ്പ് ചെയ്താൽ മതി, വിളിക്കേണ്ട. അപ്പോ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം, സിവിക്സിനെ സംബന്ധിച്ചിടത്തോളം 5 മാർക്കിന്റെ വളരെ എളുപ്പം കിട്ടും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതാണോ നമ്മൾ പറഞ്ഞത്, അത് മാത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം.
ബാക്കി വേണ്ടവർ പറയാ. അവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം 7ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു പാഠമുണ്ട്. 9ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്. 7ാം ക്ലാസ്സിൽ ഒരു പാഠം, 9ാം ക്ലാസ്സിൽ ഒരു പാഠം, 11th ഒരു 10 പാഠം. ഇങ്ങനെ ടോട്ടൽ 12 പാഠങ്ങളാണ് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പിന്നെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങളുണ്ട്, കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് മുൻകാല ചോദ്യ പേപ്പർ, അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ്. ഇത്രയും പഠിച്ചാൽ മതി. ഈ 12 പാഠവും, ഈ 12 പാഠം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള പാഠങ്ങളൊന്നുമല്ല. ഈ 12 പാഠവും മുൻകാല ചോദ്യ പേപ്പറും കുറച്ച് UPSC ക്വസ്റ്റ്യൻസും പഠിച്ചു വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ 4 മുതൽ 5 മാർക്ക് വരെ ഈസി ആയിട്ട് കയ്യിൽ പോരും. എന്റെ ഒരു കണക്കിൽ 20 to 30 hours പഠനമാണ് വേണ്ടി വരിക. എത്ര മാർക്കിന്? ഈ 5 മാർക്കിന്. ചിലപ്പോൾ 30 എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മശക്തി, നിങ്ങൾക്ക് ഭരണഘടനയെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ ബന്ധപ്പെട്ട് 30-40 ആയാലും നോക്കൂ. 40 മണിക്കൂർ ഉണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ മോശം. അല്ലെങ്കിൽ 20 to 30 മാർക്കിന്റെ ഉള്ളിൽ 5 മാർക്ക് കിട്ടും എന്ന് പറയുന്നത് മോശമല്ല. ഇതുപോലെ തന്നെ സിവിക്സിന്, എക്കണോമിക്സിന് ഇതൊക്കെ നമുക്ക് അവിടെ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി നോക്കൂ, മറ്റൊന്നാണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 10 മാർക്സ്. അതിൽ കറണ്ട് അഫയേഴ്സ് ആണ് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസ് 5 മാർക്ക് ഉണ്ട്, അത് മോശമല്ല. കമ്പ്യൂട്ടർ സയൻസ് നന്നായിട്ട് അറിയാവുന്നവർക്ക് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 5 മാർക്ക് മേടിക്കാം. അതിന്റെ ടോപ്പിക്സ് കവർ ചെയ്താൽ മതി. അറിയാത്തവർക്ക് ഒരു നന്നായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെയും കൂടി സഹായത്തോടു കൂടി മാത്രമാണ് അതൊന്ന് പഠിക്കുന്നത്. നല്ലത്. അവിടെ 5 മാർക്ക്. സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഹിസ്റ്ററി പോലെ തന്നെയാണ്. ഞാനിപ്പോ സയൻസ് തന്നെയാണ് എന്റെ ഇന്ത്യൻ ഗ്രാജുവേഷൻ. അപ്പോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സയൻസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് +2 ലെവൽ വരെ പഠിക്കാനുണ്ട്. ഒരു ഭാഗമുണ്ട്. ബയോളജിയും കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സും എല്ലാം കൂടി നമുക്ക് 5 മാർക്കാണ്. ടെക്നോളജിയും കൂടിയിട്ട്. ഹിസ്റ്ററി പോലെ തന്നെ വലിയൊരു ലോകത്തേക്കാണ്. ഇവിടെയൊക്കെ നല്ല ഗുഡ് അറ്റ് ഹാൻഡ് ഉള്ളവർ മാത്രം ഫുള്ള് പഠിച്ച് കവർ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ മതി. അല്ലാത്തവർ മുൻകാല ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ പഠിക്കുക. ബന്ധപ്പെട്ട കുറച്ച് പാഠങ്ങളുണ്ട്. ഹിസ്റ്ററി ആണെങ്കിലും അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെങ്കിലും കുറച്ച് SCERT പാഠങ്ങൾ പഠിച്ചു പോവുക. കുറച്ചൊക്കെ മാർക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും. മറ്റേത് ഞാൻ പറഞ്ഞു, ഗണിതം, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. പഠിക്കാത്തവർ പോലും. കാരണം 50 മാർക്ക് അവിടെ അല്ല. അവിടെ നിങ്ങൾ വീക്കാണെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ 3-ൽ നിങ്ങൾ വീക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പൊ അത് തുടക്കം തൊട്ടന്നെ ഒരിക്കലും കണക്കും ജനറൽ ഇംഗ്ലീഷും റീജിയണൽ ലാംഗ്വേജും പണ്ഡിറ്റുകൾക്കോ ബുദ്ധിജീവികൾക്കോ ഉള്ളതല്ല, ബുദ്ധികൾക്കുള്ളതൊന്നും അല്ല. ഇംഗ്ലീഷിലെ ജനറൽ ഇംഗ്ലീഷ് നന്നായിട്ട് PSCക്ക് സ്കോർ ചെയ്ത ഒരാൾക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാനൊന്നും പറ്റില്ല. അയാളുടെ ഇംഗ്ലീഷ് അത്ര വലിയ ഗംഭീരമൊന്നുമല്ല. അതാ എക്സാമിന്റെ ശൈലിയിലുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ സിലബസിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. കോമൺ പ്രിലിമിനറി എക്സാമിന് ഹിസ്റ്ററിക്ക് 10 മാർക്ക് ഉണ്ട് എന്ന് പഠിച്ചു. ഇപ്പൊ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ മധ്യകാല ചരിത്രം മുതൽ പഠിക്കാൻ തുടങ്ങണ്ട. യൂറോപ്യന്മാരുടെ വരവ് മുതൽ പഠിക്കാൻ തുടങ്ങിയാൽ മതി. അതാണ് വളരെ പ്രധാനം. മധ്യകാല കേരളത്തെ കുറിച്ചൊന്നും അധികം പോകണ്ട. യൂറോപ്യന്മാരുടെ വരവ് മുതൽ പഠിക്കുക. കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള എന്തുണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടം. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. അതുപോലെ തന്നെ ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഐക്യ കേരള പ്രസ്ഥാനം, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത്രയാണ് കേരള ഹിസ്റ്ററിയിൽ. ഞാൻ ഓരോന്നും വിശദമായി പോകുന്നില്ല. ഇതിന്റെ എന്ത് തരുന്നുണ്ട്, ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴത്തുണ്ടായിരിക്കും, വീഡിയോയുടെ താഴത്തുണ്ടായിരിക്കും. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, അത് മധ്യകാല ഇന്ത്യ മുതൽ തുടങ്ങണം. മധ്യകാല ഇന്ത്യ മുതൽ തുടങ്ങി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951 വരെ ഉണ്ട്. വേൾഡ് ഹിസ്റ്ററി,
വേൾഡ് ഹിസ്റ്ററി, ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഈ പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നോക്കൂ, ഇതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, ഈ 4 ഇതിലെ 1, 2, 3, 4, 5, 6, 7 ഈ 7 ടോപ്പിക്സിൽ ഈ 4 ടോപ്പിക്സ് ഒറ്റൊന്നിലുണ്ട്. ഏതിലാ അറിയോ? 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ആദ്യ പാഠം, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള ഒറ്റ പാഠത്തിലുണ്ട് അമേരിക്ക. അപ്പൊ ആ പാഠം പഠിക്കാതെ ഈ പരീക്ഷ എഴുതാൻ പോയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പൊ ഈ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ഏതെല്ലാം SCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണം, NCERT ടെക്സ്റ്റുകൾ പഠിക്കണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 9995181905 നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയോ ഈ യൂട്യൂബിൽ ലിങ്കിന്റെ താഴെ കമന്റ് ചെയ്യുകയോ ചെയ്താൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് മെല്ലെ വരാം. ഓക്കെ, യെസ്, ക്ലിയർ ആയല്ലോ. അപ്പൊ വേൾഡ് റവല്യൂഷൻ ഞാൻ ഓരോന്നിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഓരോന്നിനോടും കണക്ട് ചെയ്തിട്ടുള്ള SCERT പാഠങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠങ്ങളെങ്കിലും നിങ്ങൾ ഈ തൊട്ട പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പഠിച്ച് പോകേണ്ടതുണ്ട്. അടുത്താണ് ജോഗ്രഫി. ജോഗ്രഫി ഇതുപോലെ തന്നെ ബേസിക് ജോഗ്രഫി, അടിസ്ഥാന ജോഗ്രഫി അറിഞ്ഞിരിക്കണം, ഭൂമിയുടെ ഘടന അറിഞ്ഞിരിക്കണം, അറ്റ്മോസ്ഫിയർ, അങ്ങനെ അന്തരീക്ഷം, അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് കൂടാതെ ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും അറിഞ്ഞിരിക്കണം. എക്കണോമിക്സ് ആണ്. എക്കണോമിക്സും ഇതുപോലെ തന്നെ 10ാം ക്ലാസ്സിലും അത് ഇപ്പോ 5 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളിൽ, ഒരു 7ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ +2-ന് കുറച്ച് പാഠഭാഗങ്ങളുണ്ട്. +2-ന് അധിക പാഠഭാഗങ്ങളൊന്നുമില്ല, 2 പാഠഭാഗങ്ങളാണ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ യൂട്യൂബിന്റെ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുകയോ ചെയ്യൂ. ഞാൻ പാഠഭാഗങ്ങളെ കുറിച്ചുള്ള ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കണമെന്നും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണെന്നും പറഞ്ഞുതരാം. SCERT മറ്റേ ഡൗൺലോഡ് ലിങ്കും ഒക്കെ തരാം. അതിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാനാണ്. ഇനി സിവിക്സ് ആണ്. സിവിക്സിൽ നിങ്ങൾക്ക് അറിയാലോ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചർ ആൻഡ് ഫംഗ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇതും വളരെ കുറവാണ് പഠിക്കാനുള്ളത് മറ്റുള്ളതിനെ അപേക്ഷിച്ച്. ഇതൊക്കെ വളരെ എളുപ്പം മാർക്ക് വാങ്ങി എടുക്കാൻ പറ്റാവുന്ന മേഖലകളാണ്. പക്ഷെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് അങ്ങനെ എളുപ്പം മാർക്ക്? എക്കണോമിക്സ് ഉണ്ട് അതില്, അതുപോലെ തന്നെ എന്തുണ്ട്, നമുക്ക് എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇത് മറ്റേ സിവിക്സ്, അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിലൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മാർക്ക് മേടിക്കാം. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിലെ ടോപ്പിക്സ് എടുക്കുക. ആ ടോപ്പിക്സ് എടുത്തുകൊണ്ട് SCERT ടെക്സ്റ്റ് ബുക്കിലും NCERT ടെക്സ്റ്റ് ബുക്കിലും റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം പാഠഭാഗങ്ങളുണ്ട് ഇതിന്റെ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളവിടെ കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഇനി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആണ്, 10 മാർക്കാണ്. അത് ഈ ടോപ്പിക്സ് എടുക്കുക. ഇത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ പ്രധാന ദൃശ്യശാലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, ഇത് മലയാളത്തിൽ കിടക്കുന്നുണ്ട് കുറച്ച് ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് പാഠഭാഗങ്ങളിലായിട്ടും കിടക്കുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇതിപ്പോ പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്തുതന്നെയാണ് റാങ്ക് ഫയലും ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചുള്ള ഒരു പഠനം തന്നെയാണ് കുറേ കൂടി നോക്കുക. ഇവിടെ കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയും നമുക്ക് കണ്ടു ഓരോ ടോപ്പിക്സും തന്നിട്ടുണ്ട്. ഇതിന് എന്തായാലും നിങ്ങൾക്ക് വെറും SCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം പോരാ, അവിടെ നിങ്ങൾ നല്ല റാങ്ക് ഫയൽ വെച്ചിട്ട് നോക്കുകയായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. ഏത് റാങ്ക് ഫയലാണെന്ന് പറയുന്നില്ല, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. സാഹിത്യവും അത് തന്നെയാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ. SCERT ടെക്സ്റ്റ് ബുക്ക് തപ്പാൻ പോകണ്ട. ഈ ടോപ്പിക് വൈസ് വെച്ചുകൊണ്ട് നിങ്ങൾ റാങ്ക് ഫയൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ നല്ലത്. ഇനി സംസ്കാരവും ഇതുപോലെ തന്നെയാണ്. സബ്ജക്റ്റുകളെ കുറിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസസ്, ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെ കാണാപ്പാഠം പഠിക്കുന്നതിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി ഞാൻ പറഞ്ഞിട്ടെ. നിങ്ങളുടെ അവിടെ MCAയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ പഠിച്ച ആളുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളോടൊപ്പം പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സഹായം നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇവിടെ SCERT ടെക്സ്റ്റ് ബുക്ക് ഞാൻ അത്രത്തോളം പറയില്ല, കാരണം നമുക്ക് സമയം കൺസ്യൂം ചെയ്യും. ഒരു നല്ല റാങ്ക് ഫയലും നിങ്ങൾക്ക് പറ്റാവുന്ന വളരെ നല്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു കളക്ഷനും നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു നല്ല സുഹൃത്തും ഉണ്ടെങ്കിൽ, അതായത് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന നിങ്ങളൊപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഒരാളും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാൾ കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞു തരുന്നു. ഇതിലെ ഓരോ കാര്യങ്ങൾ ടോപ്പിക് വൈസ് മാത്രം എടുത്ത് പഠിച്ചു പോയാൽ മതി.
കമ്പ്യൂട്ടർ സയൻസിലുള്ള ആളോടും പറയണം, എനിക്കതിലൊക്കെ നല്ല വിവരമുണ്ട് എന്നിട്ട് നിൽക്കരുത്. ഈ സബ്ജക്റ്റും വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വെച്ച് ഒരു കുഴപ്പമില്ലാത്ത റാങ്ക് ഫയലും വെച്ച് കാര്യങ്ങൾ പഠിച്ചു പോകാം. കാര്യം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെന്ന് വെച്ചാൽ അതൊക്കെ വളരെ എളുപ്പമാണ്. ഇൻപുട്ട് ഡിവൈസ്, വെറുതെ കുറെ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട് ഇത് പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്താണ് ഇൻപുട്ട് ഡിവൈസ്, എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ്, എന്താണ് മെമ്മറി ഡിവൈസ്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ പറയും. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിലേക്ക്, നമ്മുടെ ഗാഡ്ജറ്റിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡാറ്റ കൊടുക്കുന്ന ഒന്നാണ് ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ എന്തിലൂടെയൊക്കെയാണ് നമ്മൾ ഡാറ്റകൾ കൊടുക്കുക? അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മളെപോലെ തന്നെ അവിടെ ഇൻഫർമേഷൻ കൊടുക്കും. നമ്മളിപ്പോ സൗണ്ട് ഉപയോഗിച്ച റെക്കോർഡ് ചെയ്യും. റെക്കോർഡിങ് ആയിരുന്ന എന്ത് സാധനം ഇൻപുട്ട് ഡിവൈസ് ആണ്. അതേസമയം നമുക്ക് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നത് എന്താണ്? അതിലെ സ്ക്രീനിലൂടെയാണ്. അപ്പൊ നമുക്കറിയാം അത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്ക്രീന്. ഇങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അപ്പോ അതാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെയും കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ IT ആക്ട് അതുപോലെ തന്നെ അതർ ലോസ് അത് വളരെ അവയർനെസ് ലെവൽ മതി. സൈബർ ക്രൈമിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊരു വലിയ ഭാഗമാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഞാൻ മുഴുവൻ പറയുന്നില്ല. സയൻസ് ആൻഡ് ടെക്നോളജി വളരെ വലിയൊരു ഭാഗമാണ്. കുറച്ച് ഭാഗം പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റിലയൻസ് ഓഫ് SNT, നാഷണൽ പോളിസി, ഇതും എന്ത് വെച്ച് പഠിക്കണം? നിങ്ങൾ ടോപ്പിക്സ് വെച്ച് പഠിക്കണം. ഇവിടെ പരമ്പരാഗതമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ച് പഠിക്കേണ്ട. അവിടെയും നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് ഗുണകരമാവും. അതുപോലെ തന്നെ ഒരു നല്ല റാങ്ക് ഫയൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. പക്ഷെ അവിടെ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് സയൻസ് ഗ്രാജുവേറ്റ് അല്ലാത്ത ആളുകൾക്കും പറ്റും. പക്ഷെ ഒന്ന് നന്നായിട്ട് പരിശ്രമിക്കണം. അടുത്താണ് ഗണിതം. ഗണിതത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 10 മാർക്ക് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇത്രയും ടോപ്പിക്സേ പഠിക്കുന്നുള്ളൂ. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും കണ്ടോ, അങ്ങനെ ടോപ്പിക്സ് തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. സ്വയം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 12 സബ്ജക്റ്റേ ഉള്ളൂ. അപ്പൊ 22-ാം തീയതി എക്സാം വരുന്നവരുടെ കാര്യത്തിലല്ല, അവർക്കും കുറച്ചൊക്കെ കവർ ചെയ്യാം. നോക്കൂ, ഇനി നവംബറിൽ കവർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ കവർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മാനസിക ശേഷി 10 മാർക്ക് ഉണ്ട്. ഇതിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്. ജനറൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം ഇതുപോലെ തന്നെ സബ്ജക്ട് വെച്ചുകൊണ്ട് ഓരോ ടോപ്പിക്സും വെച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കളക്ഷനുള്ള ബുക്ക് എടുത്ത് ചെയ്ത് പരിശീലിക്കണം. അവിടെ നിങ്ങളുടെ കൺസെപ്റ്റ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾ ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ അത് റെഡിയാക്കണം. ഇതുപോലെ തന്നെയാണ് അതിന്റെ വൊക്കാബുലറി പാർട്ട്. വളരെ എളുപ്പമല്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും പ്രധാനപ്പെട്ട വൊക്കാബുലറി പാർട്ടൊക്കെ ഒന്ന് പഠിച്ചു പോവുക. റീജിയൻ ലാംഗ്വേജിന് 10 മാർക്കുണ്ട്. മലയാളത്തിലും വരുന്ന വിഷയങ്ങൾ ഇതെല്ലാമാണ്. ഇപ്പൊ വചനം, സ്ത്രീലിംഗം, പുല്ലിംഗം, ഘടകപദം, മലയാളമോ കന്നഡയോ 10 മാർക്കുണ്ട്. അപ്പൊ ഇതാണ് സിലബസ്. അപ്പൊ ഇതിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സിലബസ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസുമായിട്ട് എത്തും. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.